മന്ത് എൻഡിൽ സാലറി എൻട്രീസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ടോ? എങ്ങനെയാണ് എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തേക്കോ. നമ്മൾ സാലറി എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ സാലറി പേ ചെയ്യുന്നത് നമ്മൾ ഈ സെയിം മന്തിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ അത് എക്സ്പെൻസ് എൻട്രി ആയിട്ട് ബുക്ക് ചെയ്താൽ മതി. പ്രൊവിഷൻ എൻട്രീൻ്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. ഇനി അതല്ല, നമ്മൾ ഈ മന്തിലെ സാലറി പേ ചെയ്യുന്നത് അടുത്ത മാസമാണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് ഈ പ്രൊവിഷൻ എൻട്രി പോസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നത്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാസത്തെ സാലറി എക്സ്പെൻസ് അടുത്ത മാസത്തെ എക്സ്പെൻസ് ആയിട്ടായിരിക്കും P&L ബുക്ക് ആവുന്നത്. അപ്പോൾ നമ്മുടെ അത് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും. ആ പ്രോഫിറ്റിൽ കാണിക്കുന്ന ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് മിസ്ലീഡിംഗ് ആയിരിക്കും. അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ പ്രൊവിഷൻ എൻട്രി ആയിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നത്. പ്രൊവിഷൻ എൻട്രി എന്ന് ഉദ്ദേശിക്കുന്ന സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു പേയബിൾ എൻട്രി ക്രിയേറ്റ് ചെയ്യുന്നു സാലറിക്ക് വേണ്ടിയിട്ട്. ഈ മാസത്തെ സാലറിന്റെ ടോട്ടൽ നമ്മൾ സാലറി എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ട് ഒരു സാലറി പേയബിൾ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിയിടണം ലൈബിലിറ്റി ആയിട്ട്. നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ഈ ലൈബിലിറ്റി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്തിട്ട് ഈ ലൈബിലിറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ എല്ലാ എംപ്ലോയീസിനും കൂടെ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ആയിട്ടൊരു പേയബിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതിലെല്ലാവരെയും മാനേജ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, നമ്മൾ ചില എംപ്ലോയീസിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ എംപ്ലോയിൻ്റെ പേരിലും ഓരോ സാലറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഓർഗനൈസേഷനിൽ മോർ ദാൻ 20 നമ്പർ ഓഫ് എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരുടെയും പേരിൽ പേയബിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു പേറോൾ സോഫ്റ്റ്വെയർ ഒക്കെ നോക്കാവുന്നതാണ്. ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ സാലറി വേണ്ടി പോസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഫുൾ വീഡിയോയ്ക്കായിട്ട് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യൂ.